ഗോപികമാരെ ചമയിച്ചൊരുക്കാൻ അന്ന് മുൻകൈയെടുത്തത് ദേവിയാണ്. കൃത്രിമങ്ങളായ വെച്ചുകെട്ടുകളില്ലാതെ സരളമായി ഒരുങ്ങുകയെന്ന പതിവ് ദേവി തിരസ്കരിച്ചു. കണ്ടാൽ ഗോപികയായിരിക്കണം, പക്ഷേ ആകർഷകത്വമുള്ള ഗോപികയാണ് ആകേണ്ടത്. മോടി കൂട്ടാനുള്ള സാധനങ്ങളും ഏർപ്പാടുകളും ദേവി എതിർവീട്ടിൽ നിന്ന് വരുത്തിച്ചു. ഗോപികമാർ പ്രതിഷേധിച്ചു. ദേവി കണ്ണുരുട്ടി. ബേബി സ്ഥലത്തെത്തി അന്ത്യശാസനം നൽകി. മനസ്സില്ലാ മനസ്സോടെ അവർ സമ്മതിച്ചു. ചമഞ്ഞു കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവർക്ക് തങ്ങളുടെ തന്നെ കണ്ണുകളെ വിശ്വസിക്കാൻ പ്രയാസം തോന്നി. ഭാമ മാത്രമാണ് കൃത്രിമത്വത്തിനെതിരെ ഉറച്ചു നിന്നത്. ഒരു മാറ്റവും വരുത്താൻ ഭാമ തയ്യാറായില്ല. മുമ്പ് എങ്ങനെയായിരുന്നുവോ അതുപോലെ മതിയെന്ന് ശഠിച്ചു. പ്രമീളയും രാധികയും ഭാമയെ പുതിയ മേൽക്കോയ്മയും സമ്പ്രദായവും അംഗീകരിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. ഭാമ വഴങ്ങിയില്ല. ഭാമയെന്നല്ല ഏത് പിടിവാശിക്കാരിയും വഴിയേ മാറിക്കൊള്ളുമെന്ന് അവർ തീരുമാനിച്ചു. തൽക്കാലം ഒരു കുഴപ്പവും ഉണ്ടാക്കേണ്ടതില്ല എന്ന് നിശ്ചയിച്ചു. മറുവശത്ത് മീരാ മുത്തശ്ശി ഭാമയോട് സംസാരിച്ചു നോക്കി. ഗോപികമാർക്ക് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളില്ലെന്നും ഭഗവാൻ ഒരുക്കുന്ന സംവിധാനത്തിൽ കഴിഞ്ഞുകൊള്ളുകയാണ് വേണ്ടതെന്നുമായിരുന്നു മീരാ മുത്തശ്ശിയുടെ വാദം. ഭഗവാൻ മറിച്ചു വിചാരിച്ചെങ്കിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുമായിരുന്നോ? സംഭവിച്ചതെല്ലാം ഭഗവാന്റെ ഇഷ്ടപ്പടിയാണെന്ന് കരുതുകയാണ് ഗോപികയുടെ ധർമ്മം. മായാവിയാണ് ഭഗവാൻ. കള്ളച്ചിരിയാണ് മുദ്ര. പരീക്ഷണങ്ങളോട് വിമുഖത പാടില്ല. ഈ വാദത്തെ ഭാമ ഖണ്ഡിച്ചില്ല. യാതൊന്നും പറഞ്ഞില്ല. മുഖത്ത് വാശിയുടെ ലക്ഷണങ്ങളും ഉണ്ടായില്ല. കണ്ണുകളാകട്ടെ നനഞ്ഞുപോലുമല്ലായിരുന്നത്. ഒരു പ്രതിമയുടേതുപോലുള്ള മുഖഭാവം, അഥവാ തപസ് ചെയ്യുന്ന സന്യാസിനിയുടെ ഭാവം. പുറത്ത് തെരുവിൽ നിൽക്കുന്നവർക്ക് തോന്നിയത് ലീലാലയത്തിന് അന്നൊരു പുതിയ ഉണർവ് വന്നിരിക്കുന്നു എന്നാണ്. സാധാരണയായി ഭജൻ പുറത്ത് കേൾക്കാറില്ല. സ്റ്റീരിയോ വന്നപ്പോൾ അത് തെരുവിലേക്കൊഴുകി. തെരുവിന് അതൊരു പുതിയ അനുഭവമായി. വർഷങ്ങളായി തെരുവിൽ കഴിയുന്നവർ പോലും കാതോർത്തു. രസവും ലയവുമുള്ള സംഗീതം, അതിൽ ദിവ്യത നിറഞ്ഞു നിന്നു. പക്ഷേ അകത്ത് ദുഃഖമായിരുന്നു. മുറുകിയ കമ്പികൾ മാത്രം. പൊട്ടാറായ കമ്പികൾ. വലിഞ്ഞു മുറുകിയ മനസ്സുകൾ. നിറഞ്ഞ കണ്ണുകൾ. നൃത്തവേദിയിൽ ഭാമ ഒറ്റപ്പെട്ടു. കാഴ്ചയിൽ വലിയ വ്യത്യാസം. മറ്റുള്ളവർ പുതിയ രീതിയിലാണ്. ഭാമ തനി പഴഞ്ചൻ മട്ടിലും. ആകർഷകത്വം കുറവ്, പ്രായക്കൂടുതലും തോന്നിച്ചു. സുന്ദരികളായ ഗോപികമാരുടെ നടുവിൽ ഒരു നോക്കുകുത്തി പോലെ ഭാമ. പതിവുകാർ ഭാമയെ തിരഞ്ഞെടുക്കുകയെന്ന പ്രശ്നമേ ഉണ്ടായില്ല. അങ്ങനെ 4 ദിവസം കഴിയുമ്പോൾ സ്ത്രീസഹജമായ അസൂയയും കണക്കിൽ പണമില്ലാത്തതിനാലുള്ള പട്ടിണിയും ഭാമയെ നേർവഴിക്ക് കൊണ്ടുവരുമെന്നാണ് ബേബിയും ദേവിയും കണക്കാക്കിയത്. അന്ന് പതിവുകാർ കുറവായിരുന്നു. 2 ദിവസമായി അടഞ്ഞുകിടക്കുകയാണല്ലോ. 2 മരണങ്ങളും 1 ലാത്തിച്ചാർജും കഴിഞ്ഞതേയുള്ളൂ. മിക്ക പതിവുകാരും ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ വരുന്നവരാണ്. വന്നവർ പലരും സംശയിച്ച് തിരികെ പോയി. അവർക്ക് പരിചയം ദാദാമുളയുടെ റാം റാം എന്ന സ്വീകരണമാണ്. ഒരു കണ്ണിൽ നിന്ന് ഇറച്ചിത്തുണ്ട് തുറിച്ചു നിൽക്കുന്ന ഗഞ്ജുവിനെ കണ്ട് ആകപ്പാടെ എന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ഭയന്നു. ആകെ 7 പേരെ അകത്തു വന്നുള്ളൂ. അവരിൽ 2 പേർ രാധികയെ തിരഞ്ഞെടുത്തു. ഒരാൾ രംഗമാകെയൊന്ന് നോക്കി തിരിച്ചുപോയി. ഒരു പ്രത്യേക മതത്തിൻ്റെ പരിവേഷമുള്ളത് അയാൾക്കിഷ്ടമായില്ല. മറ്റൊരാൾ നിരക്കുകേട്ട് മുതലാവില്ലെന്ന് ഒഴിഞ്ഞു. ശേഷിച്ചവർ കാര്യനിവൃത്തി വരുത്തി. അവരുടെ മുഖങ്ങളിലെ സംതൃപ്തി പൂർണ്ണമല്ലെന്ന് ബേബി കണ്ടുപിടിച്ചു. വെച്ചുകെട്ടുകളൊന്നുമില്ലാത്ത സ്ഥലമായിരുന്നു. ചായമഴ തുടങ്ങിയല്ലോ എന്ന് ഒരാൾ പിറുപിറുത്തു. ദേവി മറ്റൊരു കണ്ടുപിടുത്തവും നടത്തി. ഗോപികമാർക്ക് തൊഴിലിൽ പൊതുവെ വേണ്ടത്ര ശിക്ഷണമില്ല. പതിവുകാരൻ്റെ സംതൃപ്തിയെ ലാക്കാക്കി അവരുടേതായി വലിയ സംഭാവനകളൊന്നും ഗോപികമാർ നൽകുന്നില്ല. വിധേയത്വം ഒന്നു മാത്രമാണ് ഗോപികമാർക്കുള്ളത്.
ഒരു തരത്തിലുമുള്ള മുൻകൈയുമില്ല. തൊഴിൽ പരിശീലനത്തിന് ഊർജിത പരിപാടി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. രാത്രി 2 മണിക്ക് ഗോപുരവാതിൽ താഴിട്ടു പൂട്ടുന്നതുവരെ ഭാമ നൃത്തവേദിയിൽ ഒരേ ഇരിപ്പായിരുന്നു. പാതി കൂമ്പിയ കണ്ണുകളോടെ ചമ്രം പടിഞ്ഞ് നെട്ടനെ ഒരു ഇരിപ്പ്. സംഭവിക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ എന്ന് പോലും സംശയമായി. കടയടച്ച് ബേബി നൃത്തവേദിയിൽ വന്നു. കച്ചവടം മോശമാണ്. ഇത്രയും വലിയ ഒരു സ്ഥാപനം നടത്താൻ ഇതിൻ്റെ 10 ഇരട്ടി വരുമാനം പോലും മതിയാവില്ല. നിങ്ങൾക്കെന്തെങ്കിലും സമ്പാദ്യം വേണമെങ്കിൽ വേറെയും വേണം. ഭാമയെ മനസ്സിൽ കണ്ടുകൊണ്ടാണെങ്കിലും ഒരു പൊതുവേ എന്ന മട്ടിൽ ബേബി പറഞ്ഞു. കണക്കിൽ വരുമാനമില്ലാത്തവർക്ക് ഭക്ഷണം കിട്ടുകില്ല. എന്നെ പഴി പറഞ്ഞിട്ടോ വെറുതെ ബഹളമുണ്ടാക്കിയിട്ടോ കാര്യമില്ല. പ്രമീള പറഞ്ഞു. ഇവിടെ പതിവുകാർ വരാത്തതിൽ ഞങ്ങളാണോ കുറ്റക്കാർ? വന്നവർ അസംതൃപ്തരായി തിരിച്ചുപോയെങ്കിലല്ലേ ഞങ്ങൾ തെറ്റുകാരാകൂ? കമ്മീഷൻ കൊടുത്ത് സ്വന്തം ദല്ലാൽമാരെ തെരുവിൽ നിർത്തിയാണ് മറ്റുള്ളവർ ബിസിനസ് ഉണ്ടാക്കുന്നത്, ദേവി പറഞ്ഞു. വാ വെറുതെ തുറന്നിരുന്നാൽ ആരും കൊണ്ടുവന്ന് നിറച്ചു തരികയില്ല. ഗഞ്ചു കയറി വന്ന് വിളക്കുകൾ കിടത്തി തുടങ്ങി. താഴെ ഗേറ്റ് പൂട്ടുന്ന ശബ്ദം. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഓരോ ഗ്ലാസ് പാൽ കുടിക്കുന്ന പതിവുണ്ട്. പക്ഷേ അടുക്കളയിൽ വിളക്കില്ല. അടുക്കളക്കാരി കൂർക്കം വലിച്ചുറങ്ങുന്നു. കുലുക്കി ഉണർത്തിയപ്പോൾ നീരസപ്പെട്ടു. കൂട്ടുവായിട്ട് ഒരു ചോദ്യം. എന്തു വേണം? കുടിക്കാനെന്തെങ്കിലും? വെള്ളം ടാപ്പിലുണ്ട്. പാലുണ്ടോ? ഉറയൊഴിച്ചു. ഇത്ര നേരത്തെ? കണക്കപ്പിള്ള ഉറങ്ങിയാൽ പിന്നെ ടിക്കറ്റ് ആർ പാസ്സാക്കാനാണ്? തലമൂടി വീണ്ടും പുതയ്ക്കുന്നതിന് മുമ്പ് ഒരു ഉപദേശവും. എന്തെങ്കിലും വേണമെങ്കിൽ നേരത്തെ വാങ്ങി മുറിയിൽ കൊണ്ടുപോയി അടച്ചോ അടക്കാതെയോ വെച്ചുകൊള്ളണം. അല്ല പിന്നെ പാതിരക്ക് കണ്ണും തുറന്നിരിക്കാൻ ഇവിടെ ആരാണ്? പെട്ടെന്ന് ഒരു ചിന്ത പ്രമീളയുടെ മനസ്സിലൂടെ കടന്നുപോയി. കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തായിരുന്നോ? കുട്ടികളും മുട്ടികളും. പുതപ്പിനടിയിൽ നിന്നായിരുന്നു മറുപടി. ആ വിളക്കണക്ക്. പ്രമീളയും കൂട്ടുകാരും മുകളിലേക്ക് ഓടി. മീരാ മുത്തശ്ശി 5-6 കുട്ടികളുടെ നടുവിൽ കിടന്നുറങ്ങുന്നു. കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല. അതിനിടയിലാണ് രാധിക ഓടിയെത്തി ഭാമ നൃത്തവേദിയിൽ അതേ ഇരിപ്പാണെന്നും വിളിച്ചിട്ട് മിണ്ടുന്നില്ലെന്നും അറിയിച്ചത്. ആരും ഉറങ്ങിയില്ല. ഭക്ഷണം കിട്ടാതെ തളർന്ന കുട്ടികൾ മാത്രം ഒന്നും അറിഞ്ഞില്ല. മീരാ മുത്തശ്ശി അവരെ പാട്ടുപാടി ഉറക്കിയതാണ്. കൂട്ടത്തിൽ കുറച്ചു മുതിർന്നവർക്ക് കഥകളും പറഞ്ഞുകൊടുത്തു. പ്രമീളയും കൂട്ടരും ചെന്ന് ബേബിയുടെ വാതിൽക്കൽ മുട്ടി. ഏറെ മുട്ടിയാണ് വാതിൽ തുറന്നത്. ഗഞ്ചു മുറിയിലുണ്ട്. ഗഞ്ചുവിൻ്റെ സാന്നിധ്യം മറച്ചു വെക്കാനൊന്നും ബേബി തുനിഞ്ഞില്ല. അസ്വാരസ്യത്തോടെ ബേബി നെറ്റി ചുളിച്ചു. എന്താണ്? പ്രമീള കാര്യം പറഞ്ഞു. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഏർപ്പാട് ചെയ്യണമെന്ന് അപേക്ഷിച്ചു. ഇന്നത്തെ കാര്യം കഴിഞ്ഞില്ലേ, നേരം പുലരട്ടെ. ബേബി വാതിലടക്കാൻ തുടങ്ങി. പ്രമീള ഒരു കാൽ വാതിലിനിടയിലിട്ട് നിന്നു. കുട്ടികളെ പട്ടിണിയിടരുത്. പട്ടിണിയിടുന്നത് നിങ്ങളാണ്, ക്രുദ്ധയായി ബേബി പറഞ്ഞു. സമ്പാദിച്ച് തിന്നാൻ കൊടുത്തുകൂടെ? പ്രമീളയുടെ പുറകിൽ രാധിക ശബ്ദിച്ചു. എൻ്റെ കണക്കിലൊരു 100 ഉറുപ്പികയുണ്ടല്ലോ, അതിനുള്ളതെങ്കിലും. നിന്റെ കണക്കിൽ 100? അതെങ്ങനെ? നിന്റെ ഒരു ദിവസത്തെ ഭക്ഷണവും വാടകയുമായി എത്രയാകുമെന്നാണ് വിചാരം? നല്ല കണക്ക്. ആർക്കും ഭക്ഷണം പോലും കിട്ടാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് വ്യക്തമായി. ഇത് വലിയ കഷ്ടമാണ്, പ്രമീള പറഞ്ഞു. പിന്നെ നിന്നെയൊക്കെ സൗജന്യമായി തീറ്റിപ്പോറ്റാനാണോ? അതും നന്നായി. പോയി കിടന്ന് ഉറങ്ങ്. ഏറെ ദിവസം ഇവിടെ കിടന്നുറങ്ങാൻ നിങ്ങൾക്കാർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. ഗഞ്ചു വളർത്തുപട്ടിയുടെ ഭാവത്തോടെ ബേബിയുടെ കൂടെ നിന്നു. വാതിൽ കൊട്ടി അടക്കപ്പെട്ടു. കുട്ടികൾക്ക് ഇനി അവർ ഉണർന്നാലേ വല്ലതും കൊടുക്കാൻ കഴിയൂ. പക്ഷേ അതിനും മാർഗമൊന്നും കണ്ടില്ല.